കേസിലെ പ്രതികളായ സേതുമാധവൻ, റോയ് എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം, മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ പ്രതികൾക്ക് 6 മാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു. ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ. പോയിച്ചു വരട്ടെ സാറേ. ഞാൻ വിചാരിച്ച 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. നിനക്കെന്താടാ ഒരു മൗനം? ജയിലിൽ വിട്ട് പോകുന്നതിന്റെ ദുഃഖം? എടാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? നീ എന്താണോ ഒന്നും മിണ്ടാത്തത്? ഇനി എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ വഴിക്ക് വാ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഉദാഹരണത്തിന്, അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം, വീടിന്റെ ഗേറ്റിലെ നായ് ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഈ 6 മാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെയല്ലായിരുന്നു ഞാൻ. വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിയും. എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുവാസേട്ടന്റെ വീടാണ്. അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല. ഇന്ന് തന്നെ ആവാല്ലേ? ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാൻ ഈ 6 മാസത്തെ കണക്കായിക്കോളാം. ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ട്. അതെ, ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ, ഇനി സിംഗിൾസ് കളിക്കാം. ഇറങ്ങിയില്ല, അതിനു മുമ്പേ തമാശ തുടങ്ങി. ഞാൻ സീരിയസാ. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? നിനക്ക് വിഷമമില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളൂ. നീ ഇവന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. ശരിയല്ലേ? ഗുഡ് ലക്ക്. ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു. വാങ്ങിച്ചോളൂ. അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. എന്റെ ഈശോയെ, ഇത് എന്ത് പാന്റാണ്? അവിടെ ഇവിടെ പിടിക്കണല്ല പണ്ടാരം. നീയാണാ? നീ ഇതെപ്പോഴിറങ്ങി? ഇന്ന് രാവിലെ. ഈ താടിയും മീശയൊക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല. കാണാൻ നല്ല ശേലാണ് കേട്ടാ. മറ്റവൻ എന്തിയേ? അകത്ത് തന്നെയാണ്? അല്ല, വിട്ടു. ഞങ്ങള് 2 വഴിക്ക് പിരിഞ്ഞു. ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ മുറിയിലോട്ടല്ലേ, ഞാൻ ഉണങ്ങിയ തുണി എടുക്കാൻ പോണേണ്. എന്നിട്ട് വേണേ കളസറായി ഒന്ന് മാറ്റാൻ. ഞാൻ അങ്ങോട്ട് വരണുണ്ട് കേട്ടാ.
ക്ഷമിക്കണം. അമ്മയുടേതാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത്. കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി എന്തിനാ സേതുവിനെ വിഷമിപ്പിക്കുന്നെന്ന്. മാസമായി അമ്മയ്ക്ക് കാശ് അയച്ചിട്ട് പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത. ഇതാ സേതുവിന്റെ അമ്മയ്ക്ക് അയച്ച മണി ഓർഡറിന്റേതാ. ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ രത്നയ്ക്ക് തരാനുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്ത് കിട്ടിയാലും മടിക്കരുത്. രത്ന പറഞ്ഞാ ശരി. ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ, ഞാൻ ഇനി അതിനു വേണ്ടിയാ ശ്രമിക്കുന്നു. ഇവൻ ഭാര്യമർദ്ദിനിയാണ്. നീരങ്ങ് പിടിപ്പിച്ചേ. വേണ്ട കൊണ്ടേട്ടാ, മനസ്സിനൊരു സുഖമില്ല. അതിനാണ് ഈ സാധനം, സർവ്വദുഃഖ സംഹാരിണി. എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാം വെള്ളമാണിവള്. നീ പിടിപ്പീര്. ഏയ്, എന്തായാലും എനിക്കൊന്നും വേണ്ട. നീ മോങ്ങണ്ടാ, നിനക്ക് നല്ലൊരു ജോലി ശരിയാവും. ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ചെന്നാ കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ? നീ VA വരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അതൊന്നും കിട്ടില്ല ചാക്കുണ്ണിയേട്ടാ. സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. നമ്മുടെ പാപ്പച്ച മുതലാളി ഇല്ലേ, നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ 10 കോളേജുകൾ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ. നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലിരിക്കണത്? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാന്ന്? അതിന് എവിടുന്ന ചാക്കുണ്ണിയുടെ സർട്ടിഫിക്കറ്റ്? നീ ഇവിടെ ഇരി, ഞാൻ ദേ വന്നു. ഈശോയേ. വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ. അവിടെ ചെന്ന ഉടനെ ഞാൻ എഴുതാം. പോട്ടെ. ശരി. ആരാ രത്നമ്മ? ഞാനാ. വേറെ കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുവിന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ, നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാനവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ.
അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ആ ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டுதுங்க, கொஞ்சம் ஸ்பீடு பண்ணிங்க. சரிங்க. வணக்கம் சார். வணக்கம். ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കുക. അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സർ, ഞാൻ അവിടെ പോയിരുന്നു, നമ്മുടെ ലേബേഴ്സിനോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ, യു കം വിത്ത് മീ. സർ. ഞാൻ ആ പ്ലാനർ കാർത്തിയന്റെ വീട് വരെ പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ എന്ന്. സമയായി, വേഗം പോ. நல்ல கிருப்பையா, நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டி யாரு? தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதம் மேனோன் சார் பொண்ணு. கொஞ்ச நாளா இங்கதான் தங்கி இருக்கு. என்ன விஷயம் சார்? ഒന്നുമില്ല. യെസ്, കൃഷ്ണൻ ഉണ്ണി ഹിയർ. ആഹാ, ഇതെപ്പോ വന്നു? ബംഗ്ലാവിൽ നിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കറുപ്പയ്യ, ஐயா, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്ക ചൊല്ലു. அவர் വർഷാപ്പൊക്കെ പോയിരിക്കാർ. ജീപ്പ് ഏതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നല്ലോ. എന്താ സാർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിക്കാം. ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലഷർ, പ്ലീസ്. ദെൻ ഓക്കെ. പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയ ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യേസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ എം പ്രിപ്പയർഡ് ടു ഡു എവറിത്തിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ ഈ മൂടൊക്കെ മാറിക്കോളും. എന്താ? ദയവേത് ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസാ കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്തു പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാ. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം. ഉടൻ തന്നെ പോകാനോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്താ ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആ ആൽബർട്ടെ, ആൽബർട്ട്, ഡു മീ എ ഫേവർ. ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അതെന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. എത്ര കാലമായി ജോയിൻ ചെയ്തിട്ട്? അധികകാലമായില്ല സർ.
ഞാൻ നിങ്ങളെ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ വീട്? ദൂരെയാ, നെന്മാറ എന്ന് പറയും.